പഴയ ജന്മിത്തവാഴ്ചയുടെ കാലത്ത് തനിക്ക് വേണ്ടി തെറി പറയാനും തല്ല് നടത്താനും മാടമ്പിമാർ വളർത്തിയിരുന്ന കവലച്ചട്ടമ്പിയുടെ രൂപമാണ് ഷോൺ ജോർജ് എന്ന കപടമുഖം. കോട്ടയം മാപ്രകൾ പ്രോത്സാഹിപ്പിക്കുന്ന കപട സാമൂഹിക സദാചാരത്തിൻ്റെ മറ്റൊരു മുഖവും കൂടിയാണിത്. ഇതിനു മുമ്പ് കോട്ടയത്തെ മാപ്രകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കൂട്ടുപിടിച്ചിരുന്നത് ഇയാളുടെ പിതാവ് അഴകിയ ആദർശരാവണൻ PC ജോർജിനെയായിരുന്നു. സോഷ്യൽ മീഡിയ കാലത്ത് അയാളുടെ അസഭ്യം പറച്ചിലിന് വലിയ മാർക്കറ്റ് കിട്ടാത്തത് കൊണ്ടാവും മകനെയാണ് പിടിച്ചിരിക്കുന്നത്. ദോഷം പറയരുതല്ലോ, പാരമ്പര്യ തൊഴിൽ മകൻ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ശരാശരി മലയാളിക്ക് തനിക്കു ചെയ്യാൻ കഴിയാത്ത തറവേലകളെല്ലാം ചെയ്യാൻ കഴിയുന്ന കള്ളുകുടിയനോടുള്ള ആരാധനയാണ് ഷോണിനോട് മാധ്യമങ്ങൾക്കുള്ളത്. ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ടി പത്രസമ്മേളന ബിസിനസ് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കണ്ട് ഒരു സംഭവമാണെന്ന് പറയുന്ന മലയാളികളുടെ എണ്ണത്തെ അദ്ദേഹത്തിനുള്ള ജനപിന്തുണയുടെ ഏകകമായി കാണുന്നവർ മൂഢസ്വർഗത്തിൽ വസിക്കുന്നവരാണ് എന്നതാണ് സത്യം. ഈ കയ്യടികൾ എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകുമെന്ന് അപ്പൻ്റെ അനുഭവം മുൻനിർത്തി അദ്ദേഹം ഓർക്കുന്നത് വലിയ വീഴ്ചകൾ ഒഴിവാക്കാനെങ്കിലും സഹായകമാകും. ഇയാളുടെ പക്കൽ പൊതുസമൂഹത്തിന് നൽകാനുള്ളത് നന്മയല്ല, പകരം താൻ സൃഷ്ടിച്ചെടുക്കുന്ന ഇല്ലാ കഥകളും നാറുന്ന കഥകളുമാണ്. പഴയകാല പ്രസിദ്ധീകരണങ്ങളിലെ നിലവാരം കുറഞ്ഞ പൈങ്കിളി നോവലുകൾ പോലുള്ളത്. ആ നാറുന്ന വഴികളിലൂടെ പോകുന്നതിനാലാണ് ഇത്തരം ഇല്ലാ കഥകളെല്ലാം വിളിച്ചു പറയാൻ അദ്ദേഹത്തിൻ്റെ പക്കലെത്തുന്നതെന്നാണ് സത്യം. ഷോൺ ജോർജ് ഇത്തരം വിഴുപ്പുകൾ ചുമക്കുന്ന ഒരു ഭാണ്ഡം മാത്രമാണ്. അതിൻ്റെ ദുർഗന്ധം മലയാളി സമൂഹത്തെ വല്ലാതെ ഇന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപവാദ കഥ ചാനലുകൾക്കും മനോരമ മാപ്രകൾക്കും വേണ്ടി വിളമ്പുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ പ്രകടനം. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നൊഴിയാതെ ആവിയായിട്ടും വ്യാജ സൃഷ്ടികളുമായി വീണ്ടും അവതരിച്ചിരിക്കുകയാണ് കൂപമണ്ടൂകം. ബാംഗ്ലൂരിലെ എക്സാലോജിക് കമ്പനി CMRL കമ്പനിയുമായി സർവീസ് കരാറിലേർപ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിനെ മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചു വരികയായിരുന്നു. മാത്യു കുഴൽനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് BJPയുടെ പൂഞ്ഞാർ ചാണകം പുതിയൊരാക്ഷേപവുമായി ഇന്നലെ വന്നത്. എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടത്രേ. അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ SNC ലാവലിനും 2016-19 കാലത്ത് പലതവണ പണം നിക്ഷേപിച്ചിട്ടുണ്ടത്രേ. ഈ കമ്പനി CMRL എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിലായിരുന്നത്രേ. ഗുണ്ടാചാണകം EDക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ മാപ്രകളും പ്രാധാന്യത്തോടെ വാർത്ത നൽകിയിട്ടുമുണ്ട്. മലയാളത്തിലെ പുത്തൻകൂറ്റ് മാധ്യമപ്രവർത്തനത്തിൻ്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം. ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബൈയിലെ എക്സാലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നെങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്. ദുബൈ കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ്. ദുബൈ കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നെങ്കിൽ അവർ ഇന്ന് വെബ്സൈറ്റിലിട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ദുബൈ കമ്പനിക്ക് 5 കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത്. 3 UAEയിലും 1 ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരുമാണ്. ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക് സിസ്റ്റംസ് ആൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എന്ന് മാത്രമല്ല, ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കി. ഈ കള്ളക്കഥ ആരുമെനഞ്ഞതാണ്. ഷോണിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പ് ഇന്നലെ തന്നെ മനോരമ ഒരു എക്സ്ക്ലൂസീവ് പോലെ ഇത് സംബന്ധിച്ച് 1-ാം പേജിൽ തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിലാണ് കോടതിയുടെ അന്വേഷണം വേണ്ടത്. സത്യസന്ധമായി ആരോപണം ഉന്നയിക്കാൻ പത്രസമ്മേളനം നടത്തുന്ന ഈ പൂഞ്ഞാർ ഗുണ്ടയ്ക്കെതിരെ സംസ്ഥാനത്തൊരു കേസുണ്ടായിരുന്നു. സിനിമാ നടൻ ദിലീപിനെ എതിർക്കുന്നവരുടെ പേരിൽ വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ച കേസിലാണ് സത്യവാൻ ഷോൺ പ്രതിയായിരുന്നത്. ദിലീപിനെ പൂട്ടണമെന്ന പേരിൽ വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഷോൺ ജോർജ് ആണെന്ന് പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ, പ്രമുഖ നടി, സിനിമാ രംഗത്തെ പ്രമുഖർ, മാധ്യമപ്രവർത്തകർ എന്നിവരുടെ പേരുകൾ ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് കേസ്. അതായത് വ്യാജമായി സംഗതികൾ ഉണ്ടാക്കാൻ മൂപ്പർക്ക് നേരത്തെ അറിയാമെന്ന് ഉളുപ്പില്ലാത്തവർ വിളിച്ചു പറയുന്നത് ഏറ്റുപിടിക്കുന്നവരെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ്
ഉളുപ്പില്ലാത്ത പിതാവിൻ്റെ പരിശീലനത്തിൽ വളർന്ന മോൻ്റെ വെല്ലുവിളി. ബഹുമാനപ്പെട്ട കോടതിയോട് ഒരഭ്യർത്ഥനയുള്ളൂ. ഇത്തരം മാലിന്യങ്ങളുടെ വരുമാനവും തൊഴിലുമടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കാൻ കനിവുണ്ടാകണം.